കൃഷിയും വിജ്ഞാനവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിമിതമായ സ്ഥലത്ത് നമുക്ക് വേണ്ട പച്ചക്കറികൾ നാം തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ആവശ്യമായി വന്നിരിക്കുന്നു. അടുക്കളത്തോട്ടത്തിലെ ചില തെറ്റും ശരിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം ജീവാണുവളങ്ങളെക്കുറിച്ച് പറയാം. പൊടി രൂപത്തിൽ കിട്ടുന്ന ജീവാണുവളങ്ങൾ ഇലകളിൽ തെളിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ പലരും ഇവ കലക്കിയ ലായനി നേരിട്ടോ അരിച്ചെടുത്തോ തളിക്കുകയാണ് പതിവ്. അതു തെറ്റായ രീതിയാണ്. കാരണം ഇപ്രകാരം ചെയ്യുമ്പോൾ ജീവാണുവളങ്ങൾ കലർത്തിയ പൊടി ഇലകളിലെ സ്റ്റൊമാറ്റോകളിൽ തങ്ങുകയും അവ അടയ്ക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. സ്റ്റൊമാറ്റോ പ്രവർത്തനരഹിതമാകുന്നതോടെ ചെടി ഇല പൊഴിക്കും. എത്ര നന്നായി അരിച്ചാലും ജീവാണുവളങ്ങളിലെ പൊടി ഇലകളിൽ പതിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. പൊടിയിലാണ് കൂടുതൽ ഗുണമെന്ന തെറ്റിദ്ധാരണ വേണ്ട. ജീവാണുലായനികൾ കലക്കിയ ശേഷം തെളിയൂറാൻ വയ്ക്കുക. ലായനിയിലെ പൊടി പൂർണ്ണമായി താഴ്ന്ന ശേഷം മാത്രം തെളി വേർതിരിച്ച് എടുത്ത് സ്പ്രേ ചെയ്യാം. അതേപോലെ പച്ചക്കറി വിളകളിലെ വേരുകളിലുണ്ടാകുന്ന കുമിൾ ബാധകളെ ചെറുക്കാൻ നമ്മൾ സ്യൂഡോമോണസ് ലായനി മണ്ണിലൊഴിച്ച് കൊടുക്കാറുണ്ട്. എന്നാൽ വരണ്ടുണങ്ങിയ മണ്ണിലേക്കാവും മിക്കവാറും ഇത് ഒഴിക്കുക. വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് ലായനി ഒഴിക്കുമ്പോൾ മണ്ണിലെ ചൂട് പുറത്തേക്ക് വരുന്നത് മൂലം ലായനിയിലെ മിത്ര ബാക്ടീരിയകൾ നശിച്ചു പോകാം. അതിനാൽ ചെടിയുടെ ചുവട്ടിലെ മണ്ണ് സ്വല്പം നനച്ച ശേഷം മാത്രം സ്യൂഡോമോണസ് ലായനി ഒഴിക്കുക. ഇനി വെർട്ടിസീലിയത്തിൻ്റെ കാര്യം പറയാം. നീരൂറ്റി കൊടുക്കുന്ന ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ മൃദു ശരീരികളായ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വെർട്ടിസീലിയം ഇലകളുടെയും മറ്റും മേൽഭാഗത്ത് നാം സാധാരണയായി തെളിക്കുന്നു. പക്ഷേ ഈ കീടങ്ങൾ സാധാരണയായി ഇലകളുടെ അടിഭാഗത്തും കൂമ്പിലുമൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനാൽ ഈ കീടങ്ങളുടെ മേൽ പതിക്കത്തക്ക വിധം ഇലകളുടെ അടിഭാഗത്തും കൂമ്പുകളിലുമാണ് വെർട്ടിസീലിയം തെളിക്കേണ്ടത്. ട്രൈക്കോഡെർമയും സ്യൂഡോമോണസും ഒരുമിച്ച് നൽകുന്ന ചിലരെങ്കിലും കാണും. രണ്ടും ഏറെ ഉപകാരികളാണെങ്കിലും ഇവ ഒരുമിച്ച് നൽകുന്നത് വലിയ ഗുണം ചെയ്യില്ല. വളരെ പെട്ടെന്ന് ഫലം നൽകുന്ന സ്യൂഡോമോണസ് ആയിരിക്കും രോഗബാധ ഉണ്ടായ ശേഷം ചെടികൾക്ക് നൽകാവുന്നത്. എന്നാൽ കുമിളി രോഗങ്ങളും മറ്റും വരാതിരിക്കുന്നതിന് ട്രൈക്കോഡെർമ ചാണകമിശ്രിതം മുൻകൂറായി നമ്മൾ നൽകേണ്ടതാണ്. അടുത്തത്, വെള്ളീച്ച ശല്യം പ്രത്യക്ഷപ്പെട്ട ശേഷം കൃഷിയിടത്തിൻ്റെ നടുവിൽ മഞ്ഞക്കണി വയ്ക്കാറുണ്ട്. ശരിയായ രീതി വെള്ളീച്ച ശല്യം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ തോട്ടത്തിൻ്റെ 4 അതിരുകളിലും മഞ്ഞക്കണി വയ്ക്കണം. അപ്പോൾ കൃഷിയിടത്തിന് പുറത്തുനിന്നും അകത്തുനിന്നും എത്താനിടയുള്ള വെള്ളീച്ചകളും മറ്റ് മൃദു ശരീര പ്രാണികളും കൂടുതലായി മഞ്ഞക്കണിയിൽ അകപ്പെടും. അതേപോലെ സാധാരണ കടും മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഇരുപുറങ്ങളിലും ആവണക്കെണ്ണ പുരട്ടിയാണ് പൊതുവെ മഞ്ഞക്കണി നിർമ്മിക്കാറുള്ളത്. എന്നാൽ ഇത് മഴക്കാലത്ത് 2-3 ദിവസത്തിനുള്ളിൽ ഒട്ടൽ ശേഷി നഷ്ടപ്പെടും. ആവണക്കെണ്ണയ്ക്ക് പകരം ഓട്ടോമൊബൈൽ ഷോപ്പുകളിൽ കിട്ടുന്ന വൈറ്റ് ഗ്രീസ് പുരട്ടി മഞ്ഞക്കണി ഉണ്ടാക്കിയാൽ ഒരാഴ്ച തുടർച്ചയായി മഴ പെയ്താലും കെണിയുടെ ഒട്ടൽ ശേഷി നഷ്ടപ്പെടില്ല. ഇനി അടുത്തത് പറയാം. കായീച്ചകളെ നിയന്ത്രിക്കുന്നതിനായി പെൺപൂക്കൾ വിരിഞ്ഞു തുടങ്ങുമ്പോൾ കൃഷിയിടത്തിന് നടുവിലായി ഫിറമോൺ ഗണി വിഷദ്രാവകം നിറയ്ക്കാതെ വയ്ക്കാറുണ്ട്. ഇത് ശരിയല്ല. വിളകൾ പൂവിടുന്നതിന് 10 ദിവസം മുൻപെങ്കിലും ഫിറമോൺ ഗണി വയ്ക്കണം. ഫിറമോണിനൊപ്പം തുളസിച്ചാറോ ഈസ്റ്റ് കലർത്തിയ ശകലം പൈനാപ്പിളിൻ്റെ ചാറോ ഉപയോഗിച്ചാൽ ആൺകായീച്ചകളും ഈ കെണിയിൽ പെട്ടുകൊള്ളും. ഇതുകൂടാതെ കായീച്ച ബാധിച്ച വിളകൾ ഒരിടത്ത് കൂട്ടിയിട്ട ശേഷം അതിലേക്ക് മെറ്റാറൈസിയം ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നനവുള്ള മണ്ണിൽ മെറ്റാറൈസിയം ഉപയോഗിച്ചാൽ ചിതൽ ഉൾപ്പെടെ മണ്ണിലെ പല ഉപദ്രവകാരികളായ പുഴുക്കളെയും ഇതുവഴി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അടുത്തത് ചിലരെങ്കിലും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ അവശിഷ്ടങ്ങൾ, പച്ചച്ചാണകം തുടങ്ങിയവ കൊണ്ടിടുന്നു. അത് ശരിയല്ല. അതായത് ജൈവാവശിഷ്ടങ്ങൾ അഴുകുന്നതിൻ്റെ ചൂട് മൂലം പൊള്ളലിനും പച്ചക്കറി അവശിഷ്ടങ്ങളിലെ കുമിൾ, ബാക്ടീരിയ എന്നിവ മൂലം രോഗങ്ങൾക്കും സാധ്യതയേറെയാണ്. ജൈവാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കി മാത്രം നൽകുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വിളകളുടെ തണ്ടിൽ നിന്ന് 1 ചാൺ അകറ്റി മാത്രം പച്ചക്കറി അവശിഷ്ടങ്ങൾ ഇടുക. പച്ചച്ചാണകം ഒരിക്കലും നേരിട്ട് നൽകരുത്. 20 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച ശേഷം മാത്രം നൽകാവുന്നതാണ്. അടുത്തത്, ചീരകൃഷിയിൽ നാം വെള്ളം ചീറ്റിച്ചും ശക്തമായി ഒഴിച്ചും നനയ്ക്കുന്നു. ഇതും അത്ര ശരിയല്ല.
ചീരയ്ക്ക് ഇങ്ങനെ നനച്ചാൽ മണ്ണിലുള്ള പുള്ളിക്കുത്ത് രോഗകാരിയായ സ്പോറുകൾ തെറിച്ച് ഇലകളിലെത്തുന്നു. അതായത് ചീരയിലേക്ക് വെള്ളം ചീറ്റിക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമാകും. മണ്ണ് തെറിക്കാത്ത വിധത്തിൽ ചീരയുടെ ചുവട് ഭാഗത്ത് ചരിഞ്ഞു പതിക്കത്തക്ക വിധത്തിൽ മാത്രം വെള്ളം ഒഴിക്കണം. ചീരയുടെ ചുവട്ടിൽ പുതയിടുന്നത് പുള്ളിക്കുത്ത് രോഗത്തെ തടയാൻ സാധിക്കും. ചീരയുടെ ഇലപ്പുള്ളി രോഗം കുറയ്ക്കാനായി നമുക്ക് ഒരു 32 ഗ്രാം അപ്പക്കാരവും 8 ഗ്രാം മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിക്കലർത്തി ഒരു കണ്ണാടി കുപ്പിയിൽ സൂക്ഷിക്കുക. അതിൽ നിന്ന് 4 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലയിലും മണ്ണിലും തെളിക്കുന്നത് ഇലപ്പുള്ളി രോഗം ഗണ്യമായി കുറയ്ക്കും. അതുകൂടാതെ പച്ചച്ചീരയും ചുവന്ന ചീരയും ഒരുമിച്ച് കൃഷി ചെയ്യുന്നതും വെണ്ടയ്ക്കൊപ്പം ചീര നടുന്നതും പുള്ളിക്കുത്ത് രോഗം കുറയ്ക്കുന്നതായി കാണുന്നുണ്ട്. അടുക്കളത്തോട്ട കൃഷിയിലെ ചില തെറ്റും ശരികളുമാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൃഷിയും വിജ്ഞാനവും എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കൂടുതൽ കൃഷി അറിവുകൾക്കായി കൃഷിയും വിജ്ഞാനവും ആഗ്രി ആൻഡ് നോളജ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു. Subscribe now and press the bell icon. Never miss an update.